ജില്ലയിൽ തുലാവർഷം ശക്തമാവുകയും പരക്കെ മഴ ലഭിക്കുകയും ചെയ്തതോടെ വിവിധ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർന്നു. മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റെഡ് അലർട്ടിലെത്തിയ പൊന്മുടി അണക്കെട്ട് തുറന്നു. 5 മാസത്തിനുള്ളിൽ ഇത് 6ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു. ശക്തമായ മഴയെ തുടർന്ന് പന്നിയാർ പുഴയിലൂടെ പൊന്മുടി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിക്കുകയും അണക്കെട്ടിലെ ജലനിരപ്പ് പരമാവധി സംഭരണശേഷിയിലെത്തുകയും മഴ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് പൊന്മുടി അണക്കെട്ടിന്റെ 2ാമത്തെ ഷട്ടർ ഇന്നലെ വൈകിട്ടോടെ ഉയർത്തിയത്. 1 സെക്കൻഡിൽ 15,000 ലിറ്റർ വെള്ളമാണ് ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തേക്കൊഴുക്കുന്നത്. അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് വീണ്ടും ശക്തമായാൽ ബാക്കി 2 ഷട്ടറുകൾ കൂടി ഉയർത്തും. പൊന്മുടി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് പെയ്യുന്ന അതിശക്തമായ മഴ മൂലം ഡാമിന്റെ ജലനിരപ്പ് അതിന്റെ പൂർണ്ണ സംഭരണ ശേഷിയുടെ അടുത്തെത്തിയിരിക്കുകയാണ്. ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി 150 m³/s എന്ന നിലയിൽ പന്നിയാർ പുഴയിലേക്ക് ജലം തുറന്നുവിടുന്നതിന് ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ല പന്നിയാർ ഇലക്ട്രിക് പ്രൊജക്ടിന്റെ ഭാഗമായുള്ള അണക്കെട്ടിൽ 707.75 അടിയാണ് പരമാവധി സംഭരണ ശേഷി. ഇപ്പോൾ 706 അടി വെള്ളമാണ് ഡാമിലുള്ളത്. അണക്കെട്ട് തുറന്ന സാഹചര്യത്തിൽ പന്നിയാർ പുഴയുടെ ഇരുകരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. 5 മാസത്തിനുള്ളിൽ ഇത് 6ാം തവണയാണ് പൊന്മുടി അണക്കെട്ട് തുറക്കുന്നത്. തുലാവർഷം ശക്തമായതോടെ മാട്ടുപ്പെട്ടി, ചെങ്കുളം, കല്ലാർകുട്ടി അടക്കം എല്ലാ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവും വർദ്ധിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്.